പ്രഗത്ഭനായ ഗുരുവിൽ നിന്ന് യുദ്ധതന്ത്രങ്ങളെല്ലാം പഠിച്ച രാജാവ് ഏറ്റവും പ്രബലമായ രാജ്യത്തെ തന്നെ ആദ്യം ആക്രമിക്കാൻ തീരുമാനിച്ചു. ആദ്യ ദിനം തന്നെ തോറ്റൂടിയ രാജാവിന് വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു. വിശന്നു വലഞ്ഞ രാജാവ് വനാതിർത്തിയിലെ വീടിന് സമീപം എത്തിയപ്പോൾ വീട്ടിനുള്ളിൽ നിലവിളിക്കുന്ന കുട്ടിയെ അമ്മ ശകാരിക്കുന്നത് കേട്ടു. "നീ എന്ത് അബദ്ധമാണ് കുട്ടി കാണിച്ചത്? നീയും ആ രാജാവിനെ പോലെ ആകാൻ ശ്രമിക്കുകയാണോ?" വേഷം മാറി അകത്ത് കയറിയ രാജാവ് വിവരം അന്വേഷിച്ചു. ആ സ്ത്രീ പറഞ്ഞു, "ഇവൻ ചൂട് കഞ്ഞിയുടെ നടുവിൽ കൈയിട്ടപ്പോൾ കൈ പൊള്ളി. വശങ്ങളിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കഴിച്ചിരുന്നെങ്കിൽ കൈ പൊള്ളില്ലായിരുന്നു. ഞങ്ങളുടെ രാജാവും ഇങ്ങനെയാണ്. എല്ലാ വിദ്യകളും പഠിച്ചെന്ന് കരുതി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഏറ്റവും പ്രബലമായ രാജ്യത്തെ തന്നെ ആക്രമിച്ച് തോറ്റോടി. ചെറിയ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയ അനുഭവങ്ങളിൽ നിന്ന് വേണമായിരുന്നു വലിയ രാജ്യത്തെ ആക്രമിക്കാൻ. പ്രിയമുള്ളവരെ, വലുതായതെല്ലാം ഒരിക്കൽ ചെറുതായിരുന്നു. ആനയായാലും ആമയായാലും ചെറുതിൽ നിന്ന് തന്നെയാണ് വലിപ്പത്തിലേക്ക് മുന്നേറുന്നത്. ഇന്നലത്തേതിനേക്കാൾ വളർച്ച ഉണ്ടാകണമെന്നത് നല്ല ചിന്തയാണെങ്കിലും മറ്റുള്ളവരെക്കാൾ എല്ലാം വലുതാകണമെന്നത് അപകടകരമാണ്. ഓരോന്നും വളരുന്നതിന് അതിൻ്റെതായ സമയം അനുവദിച്ചു നൽകണം. വിത്തിന് വൃക്ഷമാകാൻ ഒരു സമയമുണ്ട്. അതുപോലെ കാത്തിരിക്കാനും ക്രമേണ വളരാനും നമ്മൾ തയ്യാറാകണം.